ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ച് വരുന്നത്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചാനലിലൂടെ പറഞ്ഞു വരുമ്പോൾ ഇന്ന് നമുക്ക് വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേഴം മാറി വരികയാണ്. വേഴം ഇപ്പോൾ മേടം രാശിയിൽ നിലകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ രാശിയിലേക്ക് മഹാഗുരു പ്രവേശിച്ച് നമ്മളെ വീക്ഷിക്കാനായി അദ്ദേഹം വന്നുകൊണ്ടിരിക്കും. 12 രാശിയിലായിട്ട് 12 വർഷക്കാലം, അതിന് നമ്മളൊരു വേഴവട്ടം എന്ന് പറയും. 12 രാശിയിൽ അദ്ദേഹം 12 വർഷം കൊണ്ട് സഞ്ചരിച്ച് ഭ്രമണപഥം പൂർത്തിയാക്കും. ഇങ്ങനെ യാത്ര തിരിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 2024 മെയ് മാസം 1-ാം തീയതി 1199 ആണ്ട് മേടമാസം 18-ാം തീയതി വേഴഭഗവാൻ മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വരെ അദ്ദേഹം ഈ രാശിയിലുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഓരോ രാശിക്കാർക്ക് എങ്ങനെ വേഴത്തിൻ്റെ മാറ്റം അവർക്ക് ഗുണപ്രദമായോ അല്ലെങ്കിൽ ദോഷപ്രദമായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വേഴത്തിൻ്റെ മാറ്റത്തെ നമുക്ക് നോക്കാം. ഇവിടെ ഓരോ രാശിക്കാരെ നോക്കി വരികയാണെങ്കിൽ നമുക്ക് തുലാം രാശിക്കാർക്ക് വേഴഭഗവാന്റെ മാറ്റം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. തുലാം രാശിയിലുള്ള നക്ഷത്രങ്ങൾ, അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗവും ചേർന്ന 2.25 നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. തുലാം രാശിക്കാർക്ക് വേഴഭഗവാൻ സഞ്ചരിച്ചെത്തിയിരിക്കുന്നത് 8-ലേക്കാണ്. അഷ്ടമത്തിലാണ് വേഴം വന്നിരിക്കുന്നത്. വേഴന് ഇഷ്ടമില്ലാത്ത സ്ഥലത്താണ് വേഴം വന്നിരിക്കുന്നത്. ഈ രാശിക്കാർക്ക് വേഴനുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അഷ്ടമത്തിലെ വേഴം കഷ്ടനഷ്ടങ്ങളെ വരുത്തിക്കൊണ്ടിരിക്കും. കഷ്ടതയും നഷ്ടവും. പ്രത്യേകിച്ച് ശാരീരിക വൈഷമ്യം വർദ്ധിക്കും. ശരീരസൗഖ്യം കുറയും. വാഹനങ്ങളിൽ നിന്നൊക്കെ അപകട സാധ്യത ഉണ്ടാവാം. പലതരത്തിലുള്ള മാനസിക സംഘർഷം വർദ്ധിക്കും. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ പലതരത്തിലുള്ള കഷ്ടതകൾക്കിടവരും, സാമ്പത്തിക നഷ്ടത്തിനിടവരും. പൈസ ബ്ലോക്കായി പോവും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്ക റിസൾട്ട് ലഭിക്കാതെ വരും. ശാരീരികമായി തളർത്തും, മാനസിക തകർച്ചയുണ്ടാക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും, കാര്യവിഘ്നം വരുത്തും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു രാശിക്കാരാണ് തുലാം രാശിക്കാരെന്ന് അറിയണം. അപ്പോൾ തുലാം രാശിക്കാർ നിസാര ഭാവത്തിൽ കാണരുത്. വേഴം 8-ൽ നിൽക്കുന്ന ഈ സമയത്തെ അത്ര ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ച്, അല്ലെങ്കിൽ ഒരു അറിവുള്ള ആളിൻ്റെ നിർദ്ദേശം തേടി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതാണ് ഈ സമയത്ത് നമുക്ക് അനുകൂലം. അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതികൂല അവസ്ഥകൾ നിങ്ങൾക്കുണ്ടാകാനിടവരും. സാമ്പത്തികമായി തകർക്കും. പിന്നെ തകർച്ച വന്നിട്ട് നമ്മൾ ഓരോ കാര്യത്തിൽ ഓടിയിട്ട് കാര്യമില്ല. അപകടം വരാതെ സൂക്ഷിക്കുന്നതിലാണ് കാര്യം, വന്നതിന് ശേഷം ചികിത്സിക്കുന്നതല്ല. രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്, രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതല്ല. അതുകൊണ്ട് രോഗാതി ദുരിതങ്ങൾ, അപകട സാധ്യതകൾ, സാമ്പത്തിക നഷ്ടം,
ഇപ്പോൾ കയ്യിരിക്കുന്ന തലേന്ന് തന്നെ പലതും നഷ്ടപ്പെട്ടു പോകാനിട വരുന്ന സമയമായതുകൊണ്ട് വാഹനമൊക്കെ ഓട്ടിക്കുന്നവരും അസമയത്തുള്ള യാത്രകൾ ഒക്കെ ശ്രദ്ധിച്ച് പോവേണ്ട ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇപ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. 8ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വളരെ പ്രാർത്ഥിക്കണം. ആരെ പ്രാർത്ഥിക്കണം? വിഷ്ണു ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കണം. വ്യാഴത്തിൻ്റെ ദേവത മഹാവിഷ്ണുവാണ്. വിഷ്ണുവിനെ ഈസിയായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴിയാണ് നമുക്ക് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട്. ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം പെട്ടെന്ന് ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. അതിൽ ഹരേക്കാണ് പ്രാധാന്യം. ഞാൻ പലപ്പോഴും പറയണ്ടായി, ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്കണേ ഭഗവാനെ, എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരണേ. ഹരേ രാമ, അല്ലയോ രാമ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണേ. ഹരേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, എൻ്റെ ശാരീരിക അസ്വസ്ഥത മാറ്റിത്തരണേ. എനിക്ക് വിജയസാധ്യതയുണ്ടാവണേ. ഞാൻ ഇറങ്ങുന്ന കാര്യങ്ങൾ പുരോഗതിയിലേക്ക് വരണേ എന്ന ചിന്താഗതിയോടുകൂടി മനസ്സിൽ എന്ത് സങ്കല്പിച്ച് രാമ കൃഷ്ണ എന്ന് വിളിക്കുന്നുവോ അതിൻ്റെ ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. ഇത് നമുക്ക് എപ്പോഴും ലഭിക്കാം. യാത്ര ചെയ്യുമ്പോഴും അതുപോലെ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഷോഡശ മഹാമന്ത്രം. നാരദ മഹർഷി കലിയുഗത്തിലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉപദേശിച്ചു കൊടുത്ത മഹാമന്ത്രമാണ് ഷോഡശ മഹാമന്ത്രം. ഇത് ജപിക്കുകയാണ് ഏറ്റവും എളുപ്പമായ വഴി. അതിനൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും ഒന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മഹാസുദർശന യന്ത്രം, മഹാസുദർശനം, ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രം ഇരിക്കുകയാണ്, മഹാസുദർശന ചക്രം. അപ്പോൾ യന്ത്രരാജാവാണ് സുദർശനം. മഹാസുദർശന യന്ത്രം സാമ്പത്തിക തകർച്ചയൊന്നും വരാതിരിക്കാൻ വേണ്ടി ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷയും ശക്തമായി കെട്ടിക്കൊള്ളുക, ഒരു പ്രൊട്ടക്ഷൻ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ ദുഃഖത്തിലൊന്നും ചെന്ന് പെടാതെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഈ ചാനൽ സഹായിക്കും. അതുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ തന്നെ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ദിവസവും നിത്യജ്യോതിഷം, നിങ്ങൾക്ക് ഇന്നത്തോളേക്കുള്ള ഫലം, ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇന്ന് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, ഇന്നത്തെ ഏതൊക്കെ ഓരോ സമയങ്ങൾ ഇന്ന് കൊള്ളാവുന്നുള്ള ദിവസമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ലഘു വിവരണം എല്ലാ ദിവസവും രാവിലെ 6 മണിയാവുമ്പോൾ നിങ്ങളുടെ യൂട്യൂബിൽ എത്തിച്ചേരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ട് നോക്കി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് പ്രവേശിക്കാം, ഓരോ കാര്യത്തിന് ഇറങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിത്യജ്യോതിഷം ചെയ്യുന്നുണ്ട്. അതുപോലെ വിദേശത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ട് UAE ദുബായിൽ തന്നെ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആരാമ റെസ്റ്റോറൻറ്റിന് അടുത്തായിട്ട് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൺസൾട്ടേഷൻ അവൈലബിളാണ്. എല്ലാ മാസവും നമ്മൾ നിശ്ചിത ദിവസം അവിടെ ഉണ്ടാവും. അതുപോലെ വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പ്രധാന ചാനലായ NTVയിൽ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച 12 മണി മുതൽ 1 മണി വരെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാ തുലാരാശിക്കാർക്ക് അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ രാശിക്കാർക്ക് ഈ പരിഹാരങ്ങൾ ചെയ്ത് ഇതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.